നമസ്കാരം. കഞ്ചാവ് കേസിൽ വേടൻ അറസ്റ്റിലായപ്പോൾ മുതൽ നമ്മൾ കേൾക്കുന്ന കാണുന്ന കുറച്ച് പ്രതികരണങ്ങളുണ്ട്, അദ്ദേഹത്തിന് അനുകൂലിച്ചും എതിരെയും. അതിൽ പലപ്പോഴും എല്ലാ വേർഷനിലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം, അദ്ദേഹത്തിനോട് അനുകൂലിച്ചുള്ള രാഷ്ട്രീയം അല്ലെങ്കിൽ അദ്ദേഹത്തോട് എതിർത്തുള്ള രാഷ്ട്രീയം എന്നതിനപ്പുറം ശ്രദ്ധ കിട്ടാതെ പോകുന്ന അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കുറഞ്ഞു പോകുന്ന ലഹരി എന്ന വിഷയത്തിനെ പറ്റിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. പ്രതികരിക്കണം എന്ന് തോന്നിയത് ഇത്തരം പോസ്റ്റുകൾക്ക് കീഴെ പലരും ഒരു ഏജിന് മേലെയുള്ള മുതിർന്ന ആൾക്കാരാണ് എഫ് ബിയിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിനെ അനുകൂലിക്കുന്നത് കാരണം അദ്ദേഹത്തിനെതിരെയുള്ള ഈ ആക്ഷനെ അപലപിക്കുന്ന രീതിയിൽ ഉള്ള പോസ്റ്റുകൾ ധാരാളമായിട്ടിടുന്നത്. പക്ഷെ അതിന് താഴെ വന്നിട്ടുള്ള കമൻറ്റുകൾ ചിലത് ലഹരി ഉപയോഗിച്ചാലും എന്ത് ചെയ്താലും വേടനൊപ്പം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ലഹരി ഉപയോഗത്തെ ന്യായീകരിക്കാൻ വെമ്പുന്ന രീതിയിലുള്ള കമന്റുകൾ തുടങ്ങിയവയൊക്കെ കണ്ടതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. വ്യക്തിപരമായിട്ട് വേടന്റെ സംഗീതം ഇഷ്ടമുള്ള ആളാണ്, അദ്ദേഹം ഉയർത്തുന്ന രാഷ്ട്രീയം ഇഷ്ടമുള്ള ആളാണ് ഞാൻ. അദ്ദേഹം ജീവിച്ചു വന്ന ഒരു സാഹചര്യം, അതായത് നിറത്തിന്റെ പേരിൽ, ജന്മത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ ഇടുന്ന വസ്ത്രത്തിന്റെ നിറത്തിന്റെ പേരിൽ പോലും ആപരവൽക്കരണം അല്ലെങ്കിൽ അവഗണന അനുഭവിച്ചു വന്നിട്ടുള്ള ഒരു ജാതി, ഒരു വർഗത്തിൽപ്പെടുന്ന ആളാണ് അദ്ദേഹം. അപ്പോ അദ്ദേഹത്തിന്റെ അതിജീവനം അല്ലെങ്കിൽ അദ്ദേഹം നേടിയെടുത്ത, സമൂഹത്തിൽ നേടിയെടുത്ത ആ സ്ഥാനം, സമൂഹത്തിലെ അല്ലെങ്കിൽ അദ്ദേഹം കണ്ടു വളർന്ന പല അനീതികൾക്കെതിരെയും പ്രതികരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം സംഗീതത്തെ മാറ്റിയെടുത്ത രീതി, അല്ലെങ്കിൽ ആ കലയെ കുറച്ചും കൂടി ഒരു വാല്യൂ എഡീഷനിലേക്ക് എത്തിച്ച അദ്ദേഹത്തിന്റെ രീതി ഒക്കെ എനിക്ക് വളരെ മതിപ്പ് തോന്നിയിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതൊക്കെ അവിടെ നിൽക്കുമ്പോഴും അദ്ദേഹം ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ വിഷയത്തെ സെപ്പറേറ്റ് ആയിട്ട് അഡ്രസ്സ് ചെയ്യാതെ അതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയം അല്ലെങ്കിൽ ഗൂഢാലോചന അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ആക്ടിവിറ്റി നടന്നിട്ടുണ്ടാകും എന്ന് ഈ കേസിന്റെ കൃത്യമായിട്ടുള്ള നില മനസ്സിലാകുന്നതിന് മുന്നേ തന്നെ പ്രഖ്യാപിച്ചിട്ട് നമ്മൾ ആ ലഹരി കേസിലാണ് അദ്ദേഹം അറസ്റ്റിലായത് എന്നത് ഈ കൂട്ടത്തിൽ കുഴഞ്ഞു പോവുകയാണെന്ന് തോന്നി. ഞാനിപ്പോ പ്രവർത്തിക്കുന്നത് ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായിട്ട്, ഞങ്ങളുടെ എൻജിഒയുടെ ഭാഗമായിട്ട് ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ ലഹരിയുടെ പ്രശ്നങ്ങൾ, കഞ്ചാവ് സുലഭമാവുന്നു, മറ്റ് ലഹരികൾ സുലഭമാവുന്നു തുടങ്ങിയ പ്രശ്നങ്ങൾ അധ്യാപകരെയും രക്ഷിതാക്കളെയും എത്രമാത്രം ചകിതരാക്കുന്നുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ എത്രത്തോളം ബാധിക്കുന്നുണ്ട്, ആ കൺഫ്യൂഷനിൽ കുട്ടികൾ എത്രത്തോളം ഫോക്കസ് നഷ്ടപ്പെടുന്നവരാകുന്നുണ്ടെന്ന് നേരിട്ട് കാണുന്നത് കൊണ്ട് എന്നെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നതോളം പ്രാധാന്യം ഉള്ളതാണ് അദ്ദേഹം ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് നമ്മൾ അറിയുന്നതിന് മുമ്പ് അദ്ദേഹത്തെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, എല്ലാ പഴുതുകളും അടച്ച് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ ശ്രമം എന്ന് പറയുന്നത് അത് എത്രത്തോളം എത്രത്തോളം നിരുത്സാഹപ്പെടുത്തേണ്ടതാണ് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം രണ്ടും രണ്ട് വിഷയമാണ്. നേരത്തെ പറഞ്ഞത് മാതിരി ലഹരി ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹം ലഹരിയുടെ ഉപയോഗത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നു, അദ്ദേഹത്തിൻ്റെയും കൂട്ടുകാരുടെയും പ്രസൻസിൽ അവരുടെ ഫ്ലാറ്റിൽ നിന്ന് ലഹരി കിട്ടുന്നു, അത് എത്ര ചെറിയ അളവിലായാലും അത് തീരെ അപ്രധാനമായിട്ടുള്ള ഒരു കാര്യമല്ലല്ലോ. ഇപ്പോൾ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുന്നു, വേടൻ ലഹരി ഉപയോഗിച്ചാലും വേടനൊപ്പം എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇടുന്ന നിങ്ങളുടെ പോസ്റ്റ് നിങ്ങളുടെ മകനോ അല്ലെങ്കിൽ നിങ്ങളുടെ അനുജനോ കാണുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ വളരെ ക്ലോസ് സർക്കിളിലുള്ള ഒരു കുട്ടി കാണുകയാണ്, വല്ല 16 17 വയസ്സുള്ള കുട്ടി. അപ്പം അദ്ദേഹം വിചാരിക്കുകയാണ്, ഓ എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ എൻ്റെ ബ്രദർ വേടൻ ലഹരി ഉപയോഗിച്ചാലും വേടൻ ഉയർത്തി വിടുന്ന രാഷ്ട്രീയത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ വേടൻ മികച്ച ഒരു കലാകാരനാണ് എന്ന പേരിൽ, അല്ലെങ്കിൽ അദ്ദേഹം എവിടെയെങ്കിലും മികവ് പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്ന പേരിൽ അദ്ദേഹത്തിന്റെ ലഹരി ഉപയോഗത്തെ ന്യായീകരിക്കാം എന്ന് ആ കുട്ടിക്ക് തോന്നുകയാണ്. അപ്പോൾ വൈകുന്നേരം സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ആ കുട്ടി കഞ്ചാവ് അടിച്ചിട്ടാണ് വരുന്നത്. ചെറിയ ക്വാണ്ടിറ്റി ആയിക്കോട്ടെ, അദ്ദേഹം ക്യാരൊന്നുമല്ല, അദ്ദേഹത്തിന്റെ താല്പര്യത്തിന്, അദ്ദേഹത്തിന്റെ ആവശ്യത്തിന് മാത്രം കുറച്ച് ലഹരി ഉപയോഗിച്ചിട്ടാണ് ഈ 16 17 വയസ്സുള്ള കുട്ടി നിങ്ങളുടെ വീട്ടിൽ കയറി വരുന്നതെങ്കിൽ വേടൻ ഉപയോഗിച്ചതിനെ
നിസ്സാരവൽക്കരിക്കുന്ന അതേ അദ്ദേഹം ഉപയോഗിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല, ഉപയോഗിച്ചു എന്ന ആരോപണത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ പോലും അതിനെ നമ്മൾ അദ്ദേഹത്തെ പെട്ടെന്ന് ഡിഫെൻഡ് ചെയ്യുന്ന അതേ മാനസിക നിലയിൽ തന്നെ നമ്മുടെ വീട്ടിൽ സംഭവിക്കുന്ന കഞ്ചാവ് ഉപയോഗത്തെ നിസ്സാരവൽക്കരിക്കുമോ? നമ്മുടെ വീടിനകത്താണെങ്കിൽ നമുക്കത് പറ്റുമോ? അപ്പോൾ വേടനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എടുക്കുന്ന ഈ സ്ട്രാറ്റജി പോലെ, എടുക്കുന്ന ഈ ശ്രമം പോലെ ഒരു ശ്രമം നമ്മൾ ചെയ്യുമോ? അതോ നമ്മൾ അത് കൃത്യമായിട്ട് എന്തുകൊണ്ട് ആ കുട്ടി അത് ഉപയോഗിച്ചു, ആ കുട്ടി അതിലേക്ക് ആ കുട്ടി അത് ഉപയോഗിക്കേണ്ടി വന്ന കാരണം എന്താണ്, കുട്ടിയുടെ ചുറ്റും ആരാണുള്ളത്, കുട്ടിക്ക് ഡി അഡിക്ഷൻ വേണ്ടി വരുമോ, റിപ്പോർട്ട് ചെയ്യണോ, തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമോ അതോ മൂടി വയ്ക്കുമോ? നമ്മൾ എന്താണ് അത്തരം ഒരു സാഹചര്യത്തിൽ ചെയ്യുക? കുട്ടികൾ ഏതെങ്കിലും ഒരു കാരണത്താൽ ലഹരി ഉപയോഗത്തെ അല്ലെങ്കിൽ ലക്ഷ്യബോധമില്ലായ്മയെ ന്യായീകരിക്കാൻ എന്തെങ്കിലും ഒരു വഴി നോക്കി നടക്കുന്ന കുട്ടികൾ പോലുമുണ്ട്. ഞങ്ങളിപ്പോൾ നമ്മൾ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ഒക്കെ നടത്തുമ്പോൾ കുട്ടികൾ പൊതുവേ പറയുന്നത് കഞ്ചാവ് അത്ര പ്രശ്നമില്ല, മദ്യപന്മാർ പറയുന്നത് മദ്യം അത്ര പ്രശ്നമില്ല. അപ്പോൾ ലഹരി അത് ഉപയോഗിക്കുന്നവർ അത് പ്രശ്നമില്ല എന്ന് ന്യായീകരിക്കാൻ എന്തെങ്കിലും ഒരു ചെറിയ കച്ചുത്തുരുമ്പ് തേടി നടക്കുകയാണ്. എന്തെങ്കിലും ഇപ്പം നമ്മൾ സർക്കാരിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ തന്നെ ഹെഡിങ് എന്ന് പറഞ്ഞാൽ ജീവിതമാണ് ലഹരി എന്നാണ്. എന്തിനാണ് എന്തെങ്കിലും ഒരു തരം ലഹരി? നമുക്ക് ഒരു മനുഷ്യന് ജീവിച്ചു പോകാൻ എന്തെങ്കിലും ഒരു തരം ലഹരിയുടെ ആവശ്യമുണ്ടോ? ജീവിതം ലഹരിയാവുന്നു എന്ന് പറയുമ്പോൾ ജീവിതത്തോട് അമിതമായ ആസക്തിയാണ്. എന്തിനാണ് അങ്ങനെ അമിതമായിട്ടുള്ള ഒരു ആസക്തി എന്തിനോടെങ്കിലും? എത്രയോ മനുഷ്യര് വെള്ളമടിക്കുകയോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ലഹരി ഉപയോഗിക്കുകയോ ചെയ്യാതെ ജീവിച്ച് മരിച്ചു പോകുന്നുണ്ട്. അവർക്ക് ആർക്കും ഇത് ആവശ്യം വരുന്നില്ല. എന്നാൽ ചിലർക്ക് ഇത് ആവശ്യം വരുന്നു. ഈ ആവശ്യം വരുന്നവർ അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നു. ലഹരി അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമല്ല. ആഹാരം കഴിച്ചില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ലായിരിക്കും, വെള്ളം കുടിച്ചില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല, വായു കിട്ടിയില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല. പക്ഷെ ലഹരി കിട്ടിയില്ലെങ്കിൽ ജീവിക്കാൻ പറ്റുന്നില്ല എന്നൊരവസ്ഥ വരികയെന്നുണ്ടെങ്കിൽ അതിന് എന്ത് തെറാപ്യൂട്ടിക് ഇഫക്റ്റ് ഉണ്ടെങ്കിലും, കഞ്ചാവിന് തെറാപ്യൂട്ടിക് ഇഫക്റ്റ് ഉണ്ട് എന്നുള്ള ഒരു വാദഗതിയും വരുന്നുണ്ട്. എന്ത് തെറാപ്യൂട്ടിക് എഫക്റ്റ് ഉണ്ടെങ്കിലും ഒരു ഈ ലഹരി എന്ന തോതിലേക്ക് ചെല്ലുന്നത് ആ തെറാപ്യൂട്ടിക് ഡോസ് ഒന്നും ആയിരിക്കില്ല, അത് കൂടിയ ഡോസാണ്. ആ ഡോസിലുള്ള അതിൻ്റെ സാന്നിധ്യം ആവശ്യമാണ് എന്ന് വരുമ്പോൾ അത് അനാരോഗ്യകരമായിട്ടുള്ള അവസ്ഥയാണ്. അതിനെ നമ്മൾ പല കാരണങ്ങൾ പറഞ്ഞ്, നമ്മുടെ പെർഫോമൻസിന്റെ മിടുക്ക് പറഞ്ഞോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞോ അതിനെ തമസ്കരിക്കരുത്. അത് അനാരോഗ്യകരമായിട്ടുള്ള ഒരു പ്രവണതയാണ്. വേടന്റെ വിഷയത്തിൽ ഇങ്ങനെയുള്ള ഒരുപാട് പ്രതികരണങ്ങൾ കണ്ടതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഞാൻ വളരെ പ്രിപ്പയർഡ് ആയിട്ടൊന്നും അല്ല വീഡിയോ ചെയ്തത്. എനിക്ക് മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ പറയുക മാത്രമാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തെ സപ്പോർട്ട് ചെയ്യുമ്പം ഉറപ്പായിട്ടും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം സവർണർ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ, ഈ സവർണർ എന്ന് ഞാൻ പറയുന്നത് സവർണർ ആ വർണർ എന്ന് പറയുന്നതിന്റെ ഒരു സോക്കോൾഡ് നമ്മളുടെ പൊതുബോധത്തിന്റെ കാറ്റഗറൈസേഷൻ വെച്ചിട്ടൊന്നുമല്ല. ഞാൻ ആ മാനസികാവസ്ഥയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം കുറച്ച് സവർണ മനസ്സുകളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവും. അദ്ദേഹത്തിനോട് താല്പര്യമില്ലാത്തവർ ഈ ഒരു കേസിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ റദ്ദ് ചെയ്ത് കളയാൻ ശ്രമിക്കുന്നുണ്ടാവാം. ഇപ്പോൾ ഒരു ചാനലിൽ വന്ന വാർത്ത കഞ്ചാവ് തുന്നിയിട്ട കുപ്പായം എന്നാണ്. അതൊക്കെ നമ്മൾ എതിർത്ത് തോൽപ്പിക്കേണ്ട കാര്യം തന്നെയാണ്. കാരണം അദ്ദേഹം കടന്നു വന്ന വഴികളെ മൊത്തം അദ്ദേഹത്തിന്റെ ഈ ഒരു കഞ്ചാവ് ഉപയോഗത്തിന്റെ പേരിൽ റദ്ദ് ചെയ്ത് കളയണം എന്നല്ല പറയുന്നത്. പക്ഷേ അങ്ങനെ റദ്ദ് ചെയ്ത് കളയുമോ എന്നുള്ള ഭയം കാരണം അദ്ദേഹം ചെയ്ത തെറ്റിനെയും കൂടി, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, തെറ്റ് ചെയ്തോ ഇല്ലയോ എന്ന് ഉറപ്പാവുന്നതിന് മുമ്പ് തെറ്റ് ചെയ്തില്ല എന്ന് സ്ഥാപിച്ച് അദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ആ സ്റ്റിഗ്മയെ കൂടിയാണ് എന്താ പറയാ പറഞ്ഞുറപ്പിക്കുന്നത്. കാരണം നമ്മൾ വിചാരിക്കുകയാണ് ഒരു മനുഷ്യൻ കഞ്ചാവ് അടിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ സമൂഹം ഉപേക്ഷിക്കുമോ എന്നുള്ള ചിന്തയാണ് നമുക്കവിടെ വരുന്നത്. അങ്ങനെയല്ല, അതിനെ നമ്മൾ വേറെ അഡ്രസ് ചെയ്യുക. ഞങ്ങളുടെ ക്യാമ്പയിനിൽ ഞങ്ങൾ ഉയർത്തുന്ന പ്രധാനമായിട്ടുള്ള ഒരു വാദവും അതാണ്. നമ്മൾ ഒരാളെ ലഹരിയിൽ നിന്ന് പുറത്തേക്ക് കടത്താൻ, നിങ്ങൾ ലഹരി ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുകയല്ല. അവർ ലഹരി ഉപയോഗിക്കുന്നതിന് പിയർ ഗ്രൂപ്പ് പ്രശ്നം എന്ന് പറഞ്ഞാലും മറ്റെന്ത് കാരണം പറഞ്ഞാലും
അതിന് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു മറ്റൊരു കാരണം ഉണ്ടാവും. ഒരു സൈക്കോസോഷ്യൽ സാഹചര്യം ഉണ്ടാവാം, മറ്റ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സോ എന്തെങ്കിലും ഒരു അണ്ടർലൈൻ പാത്തോളജി എന്തെങ്കിലും ഉണ്ടാവാം. അങ്ങനെ ഇല്ലെങ്കിൽ തന്നെ എന്തുകൊണ്ട് അവരാ പോയ സാഹചര്യത്തിൽ നിന്ന് അവരെ നമ്മൾ കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ളത് ആണ് ഒരു ആധുനിക സമൂഹം എന്ന രീതിയിൽ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഒരാള് ഈ ലഹരി ഉപയോഗിച്ചു എന്ന് മനസ്സിലാകുമ്പോൾ തന്നെ നമുക്ക് അടുപ്പമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അയാളെ പ്രൊട്ടക്ട് ചെയ്യാൻ, അയാൾ അത് ഉപയോഗിച്ചിട്ടേ ഇല്ല എന്ന് നമ്മൾ വാദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും അനാരോഗ്യകരമായിട്ടുള്ള ഒരു പ്രവണതയാണ്. പല വിഷയങ്ങളെ പലതായിട്ട് അഡ്രസ്സ് ചെയ്ത് ഇതിനെ എല്ലാം കൂടെ കൂട്ടിക്കൊഴിച്ച് ഒന്നായിട്ട് അഡ്രസ്സ് ചെയ്യുമ്പോൾ നമ്മളുടെ ഒരു വലിയ ക്യാമ്പയിനാണ്, വലിയൊരു ശ്രമമാണ്. ലഹരി എന്ന് പറയുന്നത്, ലഹരി കച്ചവടം ചെയ്യുന്ന വലിയ വമ്പൻ പ്രസ്ഥാനങ്ങൾ മുതൽ താഴോട്ട് കാരിയേഴ്സ്, അവസാന എൻഡ് കാരിയർ വരെയുള്ള ഒരു വലിയ ശൃംഖലയാണ്. അപ്പോൾ അതിൻ്റെതായ രാഷ്ട്രീയം, അതിൻ്റെതായിട്ടുള്ള നൂലാമാലകൾ തുടങ്ങിയവ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഇങ്ങേ എൻഡിൽ ഈ ലഹരി വന്ന കയ്യിലേക്ക് എത്തുന്ന ഇങ്ങേ എൻഡിലുള്ള റിസീവിങ് എൻഡിലുള്ള ഏറ്റവും അടിയിലുള്ള റിസീവിങ് എൻഡിലുള്ള ആൾക്കാർ ഇതിനെ നോ പറയുന്നൊരവസ്ഥയിലേക്ക് എത്തിക്കുക എന്നൊരു ഘടകം കൂടിയുണ്ട്. അതിനുള്ളൊരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് ഈ സർക്കാരിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിനെയും ശ്രമങ്ങളെയും ഒക്കെ കാണേണ്ടതുണ്ട്. ആ ശ്രമങ്ങളുടെ ഭാഗമായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതാണ് സെലിബ്രിറ്റികളുടെ ഇടയിൽ ലഹരി ഉപയോഗം ഒരുപാട് നടക്കുന്നുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കുകയും അതിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്യണം എന്ന് നമ്മൾ പറയുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് എടുക്കാം. ഷൈനെ ആണെങ്കിലും ശ്രീനാഥിനെ ആണെങ്കിലും അല്ലെങ്കിൽ മറ്റ് സംവിധായകരെയും വേടനെയും ഒക്കെ ആണെങ്കിലും അവരെ അറസ്റ്റ് ചെയ്യുക വഴി ഇതിനൊരു തുടക്കം കുറിച്ചു എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതുപോലെയുള്ള ചർച്ചകൾ കുറച്ചും കൂടി ക്രിയാത്മകമായിട്ട്, കുറച്ചും കൂടി യാഥാർത്ഥ്യബോധത്തോടെ നടന്നാൽ നല്ലതായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ പറയുന്ന കമൻറ്റുകൾ, നമ്മൾ എഴുതുന്ന പോസ്റ്റുകൾ, നമ്മൾ ചർച്ച ചെയ്യുന്നതൊക്കെ വളരെ കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട് കുട്ടികൾ. അവരുടെ അറിവിൻ്റെ പരിധിയിൽ നിന്നായിരിക്കും അവരതിനെ മനസ്സിലാക്കിയെടുക്കുക, ചർച്ച ചെയ്യുക. ചിലപ്പോൾ അവർക്ക് ആവശ്യമുള്ളത് മാത്രം മുറിച്ചു മാറ്റിയിട്ട് അവരെടുക്കാം. ആ ഒരു ബോധ്യത്തോടെ വേണം നമ്മൾ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാനെന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു.